നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കന്നിരാശിക്കാർക്ക് വളരെ സവിശേഷമായതാണ്. ഇത് സവിശേഷമാകാൻ കാരണം ദേവഗുരുവായ വ്യാഴം നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. അതായത് നിങ്ങളുടെ ജന്മരാശിയായ കന്നിയിൽ നിന്ന് നോക്കുമ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം നിങ്ങളുടെ 11ാം ഭാവത്തിലേക്ക് വരുന്നു. 2026 ജൂൺ 2 മുതൽ 2026 ഒക്ടോബർ 31 വരെ വ്യാഴം നിങ്ങളുടെ 11ാം ഭാവത്തിലുണ്ടായിരിക്കും. ഇനി വ്യാഴം 11ാം ഭാവത്തിലേക്ക് വരുന്നത് കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കും? എന്താണ് ഈ 11ാം ഭാവം? കന്നിരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടി ഏതൊക്കെ രാശികളിൽ പതിക്കും? അവ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ നമുക്ക് നോക്കാം. ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് രാശിചക്രത്തിലെ 6ാമത്തെ രാശിയാണ് കന്നി. നിങ്ങൾ ഒരു കന്നിരാശിക്കാരനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. അതായത് ഭാഗ്യദാതാവായ വ്യാഴം 10ാം ഭാവത്തിൽ നിന്നുള്ള തന്റെ സഞ്ചാരം പൂർത്തിയാക്കി 11ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ ജ്യോതിഷം 4ആയി തിരിച്ചിട്ടുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ കാമമെന്നാൽ കേവലം ശാരീരികമായ ആഗ്രഹം മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ അഭിലാഷങ്ങളെയും ലക്ഷ്യങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ജാതകത്തിലെ 12 ഭാവങ്ങളിൽ 3, 7, 11 എന്നീ സ്ഥാനങ്ങളാണ് കാമഭാവങ്ങൾ. ഇതിലേറ്റവും ശക്തമായ ആഗ്രഹപൂർത്തീകരണ ഭാവമാണ് 11ാം ഭാവം. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുവോ, എന്ത് സ്വപ്നങ്ങളാണോ കാണുന്നത്, അവയെല്ലാം 11ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സഫലമാകുമോ എന്നറിയാൻ ജ്യോതിഷികൾ പ്രധാനമായും ഈ ഭാവമാണ് പരിശോധിക്കുന്നത്. 11ാം ഭാവത്തെ ലാഭസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാതരം നേട്ടങ്ങളും ഇതിൽ വരുന്നു. ജോലിയിലോ ബിസിനസ്സിലോ ഉണ്ടാകുന്ന അധിക വരുമാനം, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പണം, സ്വത്ത് അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങൾ, ഇവയെല്ലാം 11ാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 12ാം ഭാവം പണം ചിലവാകുന്നതിനെ സൂചിപ്പിക്കുമ്പോൾ 11ാം ഭാവം പണം കയ്യിലേക്ക് വരുന്നതിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഈ ഭാവം വളരെ പ്രധാനമാണ്. നമ്മുടെ കുടുംബത്തിലെ മൂത്ത സഹോദരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതും 11ാം ഭാവത്തിലൂടെയാണ്. അവരുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കും, അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സഹായം ലഭിക്കും എന്നതൊക്കെ ഈ ഭാവം പറയും. വ്യാഴം 11ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മൂത്ത സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പണം ചിലവാകുന്നതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 4, 7 എന്നീ ഭാവങ്ങളുടെ അധിപനാണ്. 7ാം ഭാവാധിപൻ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ 4ാം ഭാവം എന്നത് സുഖസ്ഥാനമാണ്. നമ്മുടെ വീട്, വാഹനങ്ങൾ, കുടുംബം, സമാധാനം, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഈ ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുഖ സൗകര്യങ്ങളുടെ നാഥനായ വ്യാഴം ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് വാങ്ങാനോ വാഹനം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്താനോ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. ചുരുക്കത്തിൽ നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ച സുഖ സൗകര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ഈ ഗ്രഹനില സഹായിക്കും. 7ാം ഭാവം എന്നത് വിവാഹം, ദാമ്പത്യ ജീവിതം, ബിസിനസ് പങ്കാളിത്തം എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. 7ാം ഭാവത്തിന്റെ നാഥൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് വിവാഹകാര്യങ്ങളിൽ വലിയ പുരോഗതി നൽകും. വിവാഹം ആലോചിക്കുന്ന കന്നിരാശിക്കാർക്ക് അത് നടന്നു കിട്ടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ബിസിനസ്സിൽ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാം. വ്യാഴത്തിന്റെ ചില പ്രത്യേക ദൃഷ്ടികളുണ്ട്. അതിലേറ്റവും ശുഭകരമായ ഒന്നാണ് 9ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി. വ്യാഴം 11ാം ഭാവത്തിലിരുന്ന് തന്റെ 9ാം ദൃഷ്ടിയാൽ നോക്കുന്നത് കന്നിരാശിക്കാരുടെ 7ാം ഭാവമായ മീനം രാശിയിലേക്കാണ്. മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്. വ്യാഴം സ്വന്തം രാശിയിലേക്ക് നോക്കുന്നത് ആ ഭാവത്തിന് ഇരട്ടി ശക്തി നൽകും.
ഇതിനർത്ഥം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും അവിവാഹിതർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താനും വ്യാഴത്തിന്റെ ഈ നോട്ടം വളരെയധികം സഹായിക്കുമെന്നാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും വിവാഹ ദാമ്പത്യ കാര്യങ്ങളിൽ വലിയ സന്തോഷം അനുഭവിക്കാനും ഈ വ്യാഴമാറ്റം വലിയൊരു വഴിത്തിരിവാകും. ഭാഗ്യം നിങ്ങളുടെ വാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. നിങ്ങൾ കന്നിരാശിയിൽ ജനിച്ച ആളാണെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ജ്യോതിഷപ്രകാരം 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. നിങ്ങൾ വിവാഹം ആലോചിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പല കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോവുകയാണെങ്കിൽ ഈ കാലയളവ് നിങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ജൂൺ 2 വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് മാറുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് വ്യാഴം തന്റെ അതിശക്തമായ നോട്ടം നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് അഥവാ വിവാഹസ്ഥാനത്തേക്ക് നൽകുന്നു. ജാതകത്തിൽ 7ാം ഭാവം വിവാഹത്തെയും ജീവിത പങ്കാളിയെയും തീരുമാനിക്കുന്നു. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ഈ ഭാവത്തിൽ പതിക്കുന്നതോടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും നല്ല ബന്ധങ്ങൾ ഒത്തുവരികയും ചെയ്യും. ഈ സമയത്ത് നടത്തുന്ന ആലോചനകൾ വിജയകരമാവാൻ സാധ്യത കൂടുതലാണ്. ജ്യോതിഷത്തിൽ 7ാം ഭാവം എന്നത് വിവാഹത്തെ മാത്രമല്ല ബിസിനസ് പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. മറ്റൊരാളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പങ്കാളികളുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനും പരസ്പര വിശ്വാസം വർദ്ധിക്കാനും ഈ ഗ്രഹനില സഹായിക്കും. നിങ്ങളുടെ 7ാം ഭാവവും അതായത് പങ്കാളിത്ത ഭാവവും 11ാം ഭാവവും അതായത് ലാഭഭാവവും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധം വരുന്നുണ്ട്. ഇതിനർത്ഥം പങ്കാളിത്തത്തിലൂടെയോ മറ്റുള്ളവരുടെ സഹായത്തിലൂടെയോ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നാണ്. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ നൽകും. യൂട്യൂബ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ മികച്ചതാണ്. സ്ഥിരമായ ശമ്പളത്തിന് പകരം ദിവസവും വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. 2026 ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള സമയം കന്നിരാശിക്കാർ വെറുതെ കളയരുത്. വിവാഹത്തിനായി ശ്രമിക്കുന്നവർ ഈ സമയത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി ആലോചനകൾ നടത്തുക. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാനോ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കാനോ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഗോൾഡൻ ടൈമാണ്. ലാഭവും സന്തോഷവും ഒരുപോലെ നിങ്ങളുടെ വാതിക്കൽ എത്തുന്ന സമയമാണിത്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 11ാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു ചില പ്രധാന ഭാവങ്ങളിലേക്ക് കൂടി തന്റെ ശുഭദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ 5ാം ഭാവം എന്നത് കുട്ടികളെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം. വ്യാഴം 5ാം ഭാവത്തെ നോക്കുന്നത് സന്താന ഭാഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർക്ക് ഈ സമയം മികച്ചതാണ്. ഈ കാലയളവിൽ അത്തരമൊരു തീരുമാനമെടുക്കുന്നത് നിങ്ങൾക്ക് സന്തോഷം നൽകും. വ്യാഴം അറിവിന്റെയും വിദ്യയുടെയും ദേവനാണ്. പുതിയ എന്തെങ്കിലും പഠിക്കാനോ കോച്ചിംഗ് ക്ലാസ്സുകളിൽ ചേരാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കും. പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ദൈവവിശ്വാസിയോ ആത്മീയവാദിയോ ആയേക്കാം. എന്നാൽ ഇത് മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രകടനമായിരിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു മാറ്റമായിരിക്കും അത്. മറ്റുള്ളവരോട് കൂടുതൽ ദയ കാണിക്കാനും സത്യസന്ധമായി അവരെ സഹായിക്കാനും നിങ്ങളുടെ മനസ്സ് പാകപ്പെടും. ഒരു നല്ല വ്യക്തിയായി നിങ്ങൾ മാറുന്ന സമയം കൂടിയാണിത്. 3ാം ഭാവം എന്നത് ആശയവിനിമയം, ധൈര്യം, ചെറിയ യാത്രകൾ എന്നിവയുടേതാണ്. ഈ ഭാവത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ക്രിയേറ്ററോ ആണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ വളർച്ച നൽകും. നിങ്ങളുടെ വീഡിയോകൾക്കോ പോസ്റ്റുകൾക്കോ കൂടുതൽ ജനശ്രദ്ധ ലഭിക്കും. ഇന്റർനെറ്റ് വഴി ജോലി ചെയ്യുന്നവർക്കും ഫ്രീലാൻസർമാർക്കും പുതിയ അവസരങ്ങളും സന്തോഷവും ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും അതിലൂടെ പേരും പ്രശസ്തിയും നേടാനും നിങ്ങൾക്ക് സാധിക്കും.
കന്നിരാശിക്കാർക്ക് മനസ്സിന് സമാധാനവും കുടുംബത്തിൽ സന്തോഷവും തൊഴിലിൽ വലിയ പുരോഗതിയും നൽകുന്ന ഒരു കാലഘട്ടമാണിത്. കന്നിരാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം അവരുടെ 11ാം ഭാവത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരും. ഈ അപൂർവമായ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. വ്യാഴം ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ പണം സമ്പാദിക്കാനുള്ള പല വഴികളും തെളിഞ്ഞു വരും. ഓഹരി വിപണിയിലോ മറ്റു വലിയ നിക്ഷേപങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. ആലോചിച്ച് ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം പ്രതീക്ഷിക്കാം. സ്ഥലം വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്കും കൃഷിമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാഴത്തിന്റെ പ്രത്യേക അനുഗ്രഹമുണ്ടാകും. ഈ കാലയളവിൽ നിങ്ങൾ കേവലം സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല നേടുന്നത്, പകരം നിങ്ങളുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരും. പഴയ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും കൂടുതൽ പക്വതയോടെ പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടുകയും ചെയ്യും. ചുരുക്കത്തിൽ നിങ്ങൾ ഒരു മികച്ച വ്യക്തിത്വത്തിന് ഉടമയായി മാറും. ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം വലിയ വളർച്ചാ സാധ്യതകൾ കാണുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ ജോലിയിൽ സമ്മർദ്ദങ്ങൾ കുറയുകയും കൂടുതൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസയും സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണയും ലഭിക്കും. നിലവിലുള്ള ജോലിക്കപ്പുറം വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പുതിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അത് പുതിയൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊരു മികച്ച ജോലിയോ ആകാം. കന്നിരാശിക്കാർക്ക് സാമ്പത്തികമായി ഉയർച്ചയും സ്വഭാവത്തിൽ നന്മയും ജോലിയിൽ വലിയ പുരോഗതിയും നൽകുന്ന ഒരു ലക്കി പീരീഡാണിത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. മഹാവ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള കന്നിരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.